ഇപ്പോൾ ഇസ്രായേൽ ഒരു പരിധിവരെ ഹമാസിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ലബനോനിലെ ഹിസ്ബുള്ളകൾ ഏകദേശം തീരാറാവുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നു. ഇപ്പോൾ സിറിയയുമായിട്ടും വളരെ നല്ലൊരു ബന്ധത്തിലേക്ക് ഇസ്രായേൽ വരുന്നു. ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇറാൻ അടുത്ത കാലത്തെങ്ങും തലവെക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ ഹൂതികൾ അവരിപ്പോഴും ഒരു തലവേദനയായിട്ട് ഇസ്രായേലിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ വിമാനത്താവളത്തിലേക്ക് ഡ്രോൺ അറ്റാക്ക്, ബലസ്റ്റിക് മിസൈലുകൾ ഒക്കെ അവർ അയക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരു തലവേദനയായിട്ട് ഹൂതികൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇനി ഇസ്രായേലിൻ്റെ എനിക്കൊന്ന് ഗാസ സിറ്റിയുടെ അടുത്തൊരു തീരുമാനമാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഹൂതികളായിരിക്കത്തില്ല. ഹൂത്തികളുടെ മിലിറ്ററി എക്വിപ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാണ്ട് ഇതൊന്നും നടക്കില്ല. കാരണം ഹൂത്തിയുടെ ലീഡർഷിപ്പും ഹൂത്തിയുടെ മിലിറ്ററിയും എല്ലാം ഒരു ക്രൈസീസാണ്. അവർക്ക് തന്നെ യാതൊരു സ്ട്രാറ്റജിയോ ഒന്നുമില്ല. അവർ എക്വിപ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിക്കുക എന്നുള്ളൊരു എന്നാൽ അവർക്ക് ലൈഫിനെ പേടിയുമില്ല. അവർ മരിച്ചാൽ അവർക്കൊരു കുന്തവുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടരെ കൺട്രോൾ ഹമാസ് ഹെസ്ബുള്ള എന്നൊക്കെ പറഞ്ഞാൽ ദേ ഹാവ് ദെയർ ഓൺ ഡിസിപ്ലിൻ, ദേ ആർ വെരി റൂത്ത്ലെസ്. ഇതൊക്കെ അറിയാം. പക്ഷേ എന്നാലും ദർ ഈസ് സം ലെവൽ ഓഫ് സ്ട്രാറ്റജി. ഹൂത്തീസിനെ സംബന്ധിച്ച് അങ്ങനെ സ്ട്രാറ്റജി ഒന്നുമില്ല. കയറി അടിക്കുക എന്നുള്ളതാണ്. എവിടെ പൊട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, അവിടെ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവൻച്വലി ദേ വിൽ ഡൈ ഔട്ട്. ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഹൂത്തീസിൽ എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഓർ സിവിക് ഇൻഫ്രാസ്ട്രക്ചർ, ബ്യൂറോക്രസി ഇതൊക്കെ എല്ലാം വളരെ വീക്കാണ്. ദ ഓൺലി തിങ് ദേ ഹാവ് ഇറാനിൽ നിന്ന് ഒരുപാട് പടക്കോപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അതിട്ട് പൊട്ടിക്കുക, അതുപോലെ തന്നെ ജനങ്ങളെ കൺട്രോൾ ചെയ്യുക. അത് ഡിവൈഡഡ് കൺട്രിയാണ്. അതിപ്പോൾ ഹൂത്തീസ് ആർ ദ റെബൽസ് എന്ന്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഡൈ ഡൗൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയൊരു പ്രശ്നമായിട്ട് വരില്ല.